പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ തൻ്റെ കരുണയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ഏറെ പേരുടെ വലിയ വേദനയാണ്. എല്ലാവരും എന്നെ അവഗണിക്കുന്നു. എന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ, വ്യക്തികളുടെ മുമ്പിൽ, പള്ളിയിൽ, സൺഡേ സ്കൂളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, സമൂഹത്തിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന വലിയ വേദന ഇന്ന് അനേകം വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിനൊരു വചനം ഇങ്ങനെ നമുക്ക് തരുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 38 അധ്യായം 12 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികളൊരുക്കുന്നു, എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെ സംസാരിക്കുന്നു, അവർ ദിവസം മുഴുവനും വഞ്ചന മെനയുന്നു എന്ന്. നാം ഒരു പക്ഷേ ജീവിതത്തിൽ നിന്ന് ഓടിയകലാൻ, മറ്റ് സമൂഹത്തിൽ നിന്ന് ഓടിയകലാൻ, ഒളിച്ചിരിക്കാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതിനൊരു കാരണം, ഞാൻ സമൂഹത്തെ നേരിടാനുള്ളൊരു ചങ്കൂറ്റം എനിക്കില്ലാത്തത് കൊണ്ടാണ്. വചനം ഇങ്ങനെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1:28 ഇങ്ങനെ പറയുന്നുണ്ട്: നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടി നിസ്സാരങ്ങളായ അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മ ചെയ്യുവാൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന്. മറ്റുള്ളവരെ തിരഞ്ഞെടുത്തതുപോലെയല്ല എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരെ തിരഞ്ഞെടുത്തതുപോലെയല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. മറ്റുള്ളവർക്ക് കൊടുത്ത നിറമല്ല എനിക്ക് തന്നത്. മറ്റുള്ളവർക്ക് കൊടുത്ത വിദ്യാഭ്യാസമല്ല എനിക്ക് തന്നത്. മറ്റുള്ളവർക്ക് കൊടുത്ത സമ്പത്തല്ല എനിക്ക് തന്നത്. ദൈവം എന്നെ എത്രമാത്രം കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മളുടെ പറച്ചിൽ ഇങ്ങനെയല്ലേ: ആരും എന്നെ കരുതുന്നില്ല, എല്ലാവരാലും എന്നെ അവഗണിക്കുന്നു എന്ന്. ദൈവദൃഷ്ടിയും ലോകദൃഷ്ടിയുമുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ മോശക്കാരനായിരിക്കാം, എങ്കിൽ എൻ്റെ ദൈവം എന്നെ നോക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട്, ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും നന്നായിട്ട് കാണുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ ഏറ്റവും മോശമായിട്ട്, ഒന്നിനും കൊള്ളാത്തവനായിട്ട്. എങ്കിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മോശമായി തീരുവാനായിട്ടല്ല, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഏറ്റവും നല്ലവനായിട്ടും നല്ലവളായി തീരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ലോകദൃഷ്ടിയിൽ നിസ്സാരമായവരെയും ലോകദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുത്ത് ഓടി നടന്ന് അവനെ മാറോട് ചേർക്കുന്നൊരു ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവരെ മാറോട് ചേർക്കുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 തിരുവചനം ഇങ്ങനെ പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. അത് നാശത്തിൻ്റെ പദ്ധതിയല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതി. ഇതാ, ഞാൻ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തുവാനുള്ളൊരു പദ്ധതിയല്ല ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി. വചനം ഇങ്ങനെ പറയുന്നുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16 അധ്യായത്തിൽ അതിൻ്റെ 1 തിരുവചനം: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഇത് ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് പദ്ധതികൾ മെനഞ്ഞുണ്ടാക്കുന്നു. എങ്കിൽ അതിൻ്റെ അവസാനം പലപ്പോഴും വലിയ തകർച്ചകൾ മാത്രമായിട്ടാണ് കാണുന്നത്. വചനം ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്: ഓരോ വഴികളും നീ തിരഞ്ഞെടുക്കുമ്പോൾ, ഓരോ വഴികളും തിരഞ്ഞെടുപ്പ്, നീ ഏതെല്ലാം വഴികൾ തിരഞ്ഞെടുത്താലും ഒരു പക്ഷേ നീ തിരഞ്ഞെടുത്ത വഴികളൊന്നും ശുഭകരമായിക്കൊള്ളണമെന്നില്ല.
അതിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം ദൈവമാണ് എടുക്കുന്നത്. ഞാൻ ഒരു തീരുമാനമെടുക്കും, ഞാൻ വാഹനം വാങ്ങുന്നതോ, ഞാൻ സ്ഥലം വാങ്ങുന്നതോ, ഞാൻ വീട് വയ്ക്കുന്നതോ, അതെല്ലാം എൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ഒരു ആലോചന ചോദിക്കാൻ കൂട്ടാക്കാത്തവരാണ്. ഒരു സ്ഥലം വാങ്ങി, നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു സ്ഥലം വാങ്ങി അതിലൊരു വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങി, കോടികൾ വാങ്ങി, മനോഹരമായ വലിയ മണിവാളികളെല്ലാം പണിതുണ്ടാക്കി. പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നാം ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും, ദൈവമേ, കടം വീട്ടാനായിട്ട് ഒരു നിർഭാഗവുമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യാറെന്ന് ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ ദൈവം പറയും, നീ ഇത്ര വലിയ വീടുണ്ടാക്കണ്ട, ഇത്ര വലിയ സ്ഥലം വാങ്ങണ്ട എന്ന്. എന്നിട്ട് ദൈവം നമുക്കൊത്ത രീതിയിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്തു തരും. നമ്മുടെ എല്ലാ ആഗ്രഹമനുസരിച്ച്, പലപ്പോഴും നമ്മുടെ എല്ലാ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ വരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എങ്കിൽ കൂടെ നടക്കുന്നൊരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ എവിടെയെല്ലാം പോയാലും നമ്മെ അവഗണിക്കുന്നവരുടെ മുമ്പിൽ, ഇല്ലാതാക്കുന്നവരുടെ മുമ്പിൽ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമാണ്. പക്ഷേ നമ്മുടെ എല്ലാം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് വരുമ്പോൾ, ഇല്ലെങ്കിൽ തകർച്ച വരുമ്പോൾ ദൈവത്തോട് ഓടിച്ചെന്ന്, ദൈവമേ, തൊട്ടടുത്ത് പള്ളികൾ പോലും ഇന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. എല്ലാം ഇല്ലാതെയായി തീർന്നു പോയി കഴിയുമ്പോൾ ആ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനോ, ഒന്ന് ദേവപരിശുദ്ധനോട് മധ്യസ്ഥം യാചിക്കാനോ കൂട്ടാക്കുന്നത്. അതുകൊണ്ട് വചനം പറയുകയാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. എന്തെല്ലാം പദ്ധതി ചെയ്താലും അതിൻ്റെ ഫൈനൽ ഡിസിഷൻ ദൈവമാണ് പണിതുയർത്തുന്നത്, ദൈവമാണ് പടുത്തുയർത്തുന്നത്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ബാർ അസീറയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. ഇവിടെ പറയുകയാണ്, ഞാനെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ പദ്ധതി അനുസരിച്ച് ഞാനെല്ലാം ചെയ്തു. ബിസിനസ് തുടങ്ങി, അത് നേരെയാവുന്നില്ല. ഞാൻ എൻ്റെ മക്കളെ വിവാഹം കഴിച്ച് പറഞ്ഞു വിട്ടു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വിഷയമായി. ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ജോലി, ഒരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞാൻ സ്വന്തം ഇഷ്ടത്തിന് അതെല്ലാം ചെയ്തു. അതെല്ലാം കൂട്ടിവെച്ചു. അവസാനം മകൻ പഠിപ്പ് നിർത്തി വരുമ്പോൾ, ഇല്ലെങ്കിൽ വിവാഹബന്ധം വേർപെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ പഴിചാരും. എന്നിട്ട് പറയും, ദൈവം എന്നെ അവഗണിച്ചു, ദൈവം എന്നെ അംഗീകരിക്കുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല, എല്ലാവരുടെ മുമ്പിലും ഈ ദൈവത്തിന് എന്നെ കാണാൻ കണ്ണില്ല എന്ന് പോലും ചോദിക്കാറുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ കാത് മാന്ദ്യമായിട്ടില്ല, കാണുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ കണ്ണ് കുരുടായി പോയിട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിൻ്റെ അകൃത്യം മാത്രം ആണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത്. എൻ്റെ അകൃത്യം വെച്ചുകൊണ്ട് ഞാൻ പാപം മെനഞ്ഞുണ്ടാക്കി, ഞാൻ എല്ലാ പദ്ധതികളും പ്ലാനുകളും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയാണ്. അവസാനം ഇല്ലാതെയായി കഴിയുമ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ, നീ എന്നെ കാണുന്നില്ല, നീ എന്നെ അവഗണിച്ചു, ഞാനെല്ലാം ചെയ്തിട്ട് അവിടെയൊന്നും നീ കൂടെ ഇരുന്നില്ല. തെറ്റിന് കൂട്ട് നിൽക്കുന്നവനല്ല എൻ്റെ കർത്താവ്. നമ്മുടെ കർത്താവ് തെറ്റിന് കൂട്ട് നിൽക്കുക. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ബാറാസിയുടെ 15:15 പറയുന്നു, മനസ്സ് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. നമ്മൾ മനസ്സ് വയ്ക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരുടെയും അവഗണിക്കപ്പെട്ടതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാ പദ്ധതികൾ വിഭാവനം ചെയ്ത് നമ്മളെല്ലാം പണിതുണ്ടാക്കും. എങ്കിലൊന്ന് മനസ്സ് ഒരു മിനിറ്റ് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ ഇന്നത് ചെയ്യണോ, ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഞാൻ എവിടെ പഠിക്കാൻ പോകണം, എൻ്റെ കൂട്ടുകാരെ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഞാൻ എങ്ങനെ ഭവനമുണ്ടാക്കണമെന്നെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നീ തീരുമാനമെടുത്താൽ ദൈവം എന്ത് ചെയ്യും? അത് ഭംഗിയായിട്ട് ഉചിതമായിട്ട് ദൈവം ചേർത്ത് വയ്ക്കും. എവിടെയെല്ലാം അവഗണിക്കപ്പെടുന്നുണ്ടോ അവിടെ ദൈവം മനുഷ്യൻ മുഴുവനും നിന്നെ അവഗണിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുവാനായിട്ട് തുടങ്ങും. അതിന് വലിയ കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 തിരുവചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതേ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല.
ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളതിനേക്കാൾ ഉന്നതനാണ്. ഉയരത്തിലിരിക്കുന്ന ദൈവം പറയുകയാണ്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയല്ല, എല്ലാം ആകാശത്തിന് മേൽ ഉയർന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ ഞാൻ ദൈവ പൈതലായതുകൊണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നോ അതെല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പദ്ധതികൾ വിഭാവനം ചെയ്താൽ അതിൻ്റെ തീരുമാനം ദൈവം കൃത്യമായി നമുക്ക് നടത്തിത്തരും. എവിടെയെല്ലാം അവഗണിക്കപ്പെട്ട് പടുകുഴിയിൽ കിടക്കുവാനിടയായിട്ടുണ്ടോ അവിടെ ദൈവം ഉയർത്താനായിട്ട് തുടങ്ങും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അവിടെ കാത്തുപരിപാലിക്കുവാൻ, അവന് ആഹാരം കൊണ്ട് കൊടുക്കുവാൻ ഒരു ദൂതനെ അയച്ചൊരു ദൈവത്തെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിലിട്ട് വരുമ്പോൾ അവിടെ അവഗണിക്കപ്പെട്ട് കൊല്ലുവാൻ വേണ്ടി രാജകൽപ്പന പുറപ്പെടുവിച്ച ഒരു സൂസന്നയെ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സൂസന്നയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവൾ അതീവ സുന്ദരിയായിരുന്നു. അവൾ ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ പഠിച്ച് വളർന്ന ഒരു സ്ത്രീയായിരുന്നു. അവളെ പാപം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. അവർ പറഞ്ഞു, 2 വ്യക്തികൾ വന്ന് പറഞ്ഞു, ഇതാ സൂസന്ന പാപം ചെയ്തു എന്ന്. രാജാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ അവിടെ സൂസന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി ഈ രാജകൽപ്പന പുറപ്പെടുവിക്കുക. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, സൂസന്ന സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ പാപം ചെയ്യാത്തത് കൊണ്ട് ഈ ക്രൂരന്മാരെന്നെ കല്ലെറിഞ്ഞു കൊല്ലുകയാണെന്ന്. അവിടെ ദാനിയേൽ എന്ന പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട്. ദാനിയേൽ അവിടെ വന്ന് ഇവർ 2 പേരെക്കുറിച്ച് പഠിച്ചിട്ട് തെറ്റെന്താണെന്ന് കണ്ടെത്തിയിട്ട്, ഒരാൾ പറയുന്നുണ്ട് കരയാമ്പൂ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സൂസന്ന പാപം ചെയ്തു എന്ന്, ഒരാൾ പറയുന്നുണ്ട് ബദാമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് പാപം ചെയ്തു എന്ന്. 2 തരത്തിൽ 2 സ്ഥലത്ത് വെച്ച് പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ദാനിയേൽ പ്രവാചകൻ വന്ന് ഇവരെ 2 പേരെയും തീർപ്പ് കൽപ്പാക്കി സൂസന്ന പാപം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കല്ലെറിയുന്നതിൽ നിന്ന് വിമുക്തയാക്കി വിടുന്നുണ്ട്. എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം അറ്റി നിർത്തുവാനും കല്ലെറിയുവാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ടോ അവിടെ ദൈവത്തോട് എന്നെ വിട്ടുകൊടുത്താൽ, ദൈവസന്നിധിയിലേക്ക് എന്നെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം ഒരു ദൂതനെ അയച്ച് അവഗണിക്കപ്പെട്ടവൻ്റെ മുമ്പിൽ ഉയർത്തുവാൻ വേണ്ടി ദൈവം ഒരു ദൂതനെ എനിക്ക് അയച്ചു തരും. അതിന് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നാം ജീവിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന പാപം ചെയ്യരുതെന്നാണ്, പക്ഷേ നമ്മൾ പാപം ചെയ്യും. തെറ്റ് ചെയ്യരുതെന്നാണ്, നമ്മൾ തെറ്റ് ചെയ്യും. എന്നിട്ട് ദൈവത്തോട് നിലവിളിക്കും, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ കേൾക്കുന്ന, എല്ലാവരും എന്നെ അവഗണിക്കുന്നു എന്ന്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16:25 പറയുന്നു, ചിലപ്പോൾ ഒരു മനുഷ്യന് ചൊവ്വായി തോന്നിയേക്കാം, എന്നാൽ അതിൻ്റെ അന്ത്യം മരണമെന്ന് എന്ന് വചനം പറയുകയാണ്. ഒരു മനുഷ്യന് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാനാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി. ഭർത്താവ് ഭാര്യയോട് പറയും, ഞാൻ പറയുന്നതാണ് ശരി, എന്നെ മാത്രം അനുസരിച്ചാൽ മതി. ഭാര്യ പറയും, ഞാനാണ് ശരി, ഞാൻ പറഞ്ഞത് മാത്രം അനുസരിച്ചാൽ. മക്കൾ പറയും, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ ലോകപരമായല്ല പഠിച്ച വ്യക്തിയാണ്, അത് ഞാനാണ് ശരി. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും എല്ലാവരും പറയും, ഞാനാണ് ശരി, ഞാനാണ് ശരി, ഞാനാണ് ശരി എന്ന്. ഏതെങ്കിലും ഒരാളൊന്ന് വിട്ടുകൊടുക്കാൻ, ഏതെങ്കിലും ഒരാളൊന്ന് എളിമപ്പെടുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ വചനം ഇങ്ങനെ പറയുകയാണ്, ചിലപ്പോൾ ഒരു മനുഷ്യന് ഇതാ ചൊവ്വായിട്ട് തോന്നിയേക്കാം, നല്ലതായിട്ട് തോന്നിയേക്കാം, എങ്കിൽ അതിൻ്റെ അവസാനമോ വലിയ വലിയ ദുരന്തത്തിലേക്കാണ് പോയി വരുന്നതെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം എവിടെയാണോ അവഗണിക്കപ്പെടുന്നത് അവിടെ ദൈവം ഉയർത്താനായിട്ട്, ലോകത്തിൽ നമ്മളെ അവഗണിക്കുവാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ ദൈവം അവിടെ ഉയർത്തുവാനായിട്ട് കഴിയും. സൂസന്നയെക്കുറിച്ചിട്ട് സൂസന്ന ഇങ്ങനെയാണ് കാണുന്നത്, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി അവൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാനിതവിടെ അവഗണിക്കപ്പെട്ടു, ഞാൻ പാപം ചെയ്യാൻ കൂട്ടുനിൽക്കാത്തത് കൊണ്ട് ഇവിടെ ഞാൻ അവഗണിക്കപ്പെടുകയാണ്.
ദൈവം അവളുടെ നിലവിളി കേട്ടു, അവളെ അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ, ഞാൻ എല്ലാവരാലും അവഗണിക്കപ്പെടുമ്പോൾ, ഞാൻ എന്നെ ദൈവത്തിനൊന്ന് സമർപ്പിക്കാനായിട്ടിടയായാൽ ദൈവം തീർച്ചയായിട്ടും നമ്മെ പണിതുയർത്തും, നമ്മെ വിളിച്ചു വേർതിരിക്കും. ഏതെല്ലാം പ്രതിസന്ധികളിൽ, ഏതെല്ലാം സാഹചര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം ഉയർത്തും. റോമാലേഖനത്തിൽ 15-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ബലമുള്ളവരായ നാം ദുർബലരായവരുടെ പോരായ്മ ക്ഷമിക്കുകയത്രേ വേണ്ടതെന്ന്. റോമാലേഖനത്തിൽ പറയുകയാണ്, എല്ലാവരും അവഗണിക്കപ്പെടുകയാണോ? എൻ്റെ ജീവിതത്തിൽ എല്ലാവരും എന്നെ അവഗണിക്കുകയാണോ? അങ്ങനെയെങ്കിൽ വചനം ഇങ്ങനെ പറയുകയാണ്, ബലമുള്ളവരായ നാം ദുർബലരായവരുടെ പോരായ്മ ക്ഷമിക്കണം. ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവൻ അറിവില്ലാത്തത് കൊണ്ടാണ്, അവനിൽ ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവവൈതലായ ഞാൻ അവരോട് ക്ഷമിക്കണം. എന്നെ പരിഹസിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കണം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വേദനയോടുകൂടെ യെരമ്യാ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്. കരച്ചിലിൻ്റെ പ്രവാചകനായിട്ടാണ് യെരമ്യായെ വിളിച്ചു വേർതിരിച്ചത്. രാജ്യത്തിനു വേണ്ടി, ആ ദേശത്തിനു വേണ്ടി, ഓരോ വ്യക്തികൾക്കു വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനുണ്ട് അവിടെ. പക്ഷേ ഈ പ്രവാചകൻ്റെ നന്മ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അവഗണിക്കുവാൻ വേണ്ടി, ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഒരു സമൂഹം ഇങ്ങനെ കാതോർത്ത് കണ്ണു നട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ്, യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം തിരുവചനം, വരുവിൻ നമുക്ക് ജെറമ്യാക്കെതിരെ പ്രവർത്തിക്കാം. എന്നിട്ട് അവിടെ പറയുകയാണ്, വരുവിൻ നമുക്ക് ജെറമ്യയെ നാവ് കൊണ്ട് കൊന്നുകളയാം, നാവ് കൊണ്ട് ഇല്ലാതെയാക്കി കളയാം. അവൻ്റെ അടുത്ത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അവന് വിവേകമുണ്ട്, അവൻ പുരോഹിതനാണ്, അവൻ അറിവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ നാവ് കൊണ്ട് ഇല്ലാതെയാക്കി കളയാം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇല്ലാതെയാക്കുന്നത്, കൊന്നുകളയുന്നത് നാവ് കൊണ്ടാണ്. നാവ് ഒരു ചെറിയ അവയവമാണ്. ഈ ദേശത്തിനു വേണ്ടി കരഞ്ഞ്, ഈ ദേശത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ അവഗണിക്കുവാൻ വേണ്ടി, ഇല്ലാതെയാക്കുവാൻ വേണ്ടി, ദുഷ്കീർത്തി വരുത്തുവാൻ വേണ്ടി ജനം തക്കം പാത്തിരിക്കുകയാണ്. യിരെമ്യാവ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നന്മയ്ക്ക് പകരം തിന്മയോ? ഞാൻ എന്തോരം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18:20 പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ, നന്മയ്ക്ക് പകരം തിന്മയോ എന്നോട് ചെയ്യുന്നത്. യെരമ്യാ പ്രവാചകൻ പറയും, ഞാൻ എന്തോരം നന്മ ചെയ്തതാ, ഞാൻ എന്തോരം ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതാ, എന്നിട്ട് ഇവരെനിക്ക് തരുന്നത് തിന്മയാണല്ലോ എന്ന് ചങ്ക് പൊട്ടി യെരമ്യാ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ ജനത്തിന് കഷ്ടത വന്നപ്പോൾ ഞാൻ എന്തോരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാൻ എന്തോരം ദൈവസന്നിധിയിൽ നിന്നു. കർത്താവേ, ഞാൻ കഷ്ടത വന്നപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് അവരെന്നെ അവഗണിക്കുകയാണല്ലോ. ഞാൻ എന്തോരം നന്മ ചെയ്തു, നന്മയ്ക്ക് പകരമല്ല എനിക്ക് തിന്മയല്ലേ ചെയ്യുന്നത്. നമ്മളെ പലപ്പോഴും പലരും അവഗണിക്കുന്നത് കാണുമ്പോൾ നമ്മളും അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. അയൽവക്കത്തുള്ളവൻ നമ്മയൊന്ന് അംഗീകരിക്കാതിരിക്കുമ്പോൾ, ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മയൊന്ന് ശ്രദ്ധിക്കാതെ പോയാലോ, നമ്മെ ഒന്ന് കരുതാതെ പോയാലോ, നമ്മൾ പറയുന്ന കാര്യമില്ലേ, ഇല്ലായ്മയുടെ കാലത്ത് ഞാൻ എന്തോരം സഹായം ചെയ്തു കൊടുത്തതാ, അവർക്ക് മരുന്നില്ലാത്ത മരുന്ന് വാങ്ങിച്ചു കൊടുത്തതാ, ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ, വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊടുക്കാൻ കൊടുത്തതാ, അവരുടെ വീട്ടിൽ ഞാൻ എന്തോരം കരുതി, എൻ്റെ കുടുംബം പോലെ ഞാൻ കരുതിയതല്ലേ, എന്നിട്ട് അവരെന്നെ അവഗണിച്ചല്ലോ എന്ന് ഒരു വാക്കുകൂടി നമ്മളിങ്ങനെ ചേർക്കും. അവൻ എന്നെ ഒന്ന് തല്ലിയാലും വേണ്ടില്ല, ആ വാക്കുകൊണ്ട് എന്നോട് പറഞ്ഞത് ചത്താലും മറക്കില്ല എന്ന്. ഇന്ന് നമുക്ക് പലപ്പോഴും ഈ അവഗണന അംഗീകരിക്കാതിരിക്കും നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാ, ഞാൻ എന്തോരം നാൾ ഉപവസിച്ചതാ, എന്നിട്ട് ഈ ജനം എനിക്ക് നന്മയ്ക്ക് പകരം തിന്മയാണല്ലോ ചെയ്യുന്നത്. വലിയ വേദനയാണ്. നമ്മുടെ വേദന അത് തന്നെയാണ്.
ഞാൻ എന്തോരം നന്മ ചെയ്തു കൊടുത്തു, എന്തോരം കഷ്ടത അനുഭവിച്ചു. ഇല്ലായ്മയുടെ കാലത്തിൽ ഞാൻ കൂടെ നിന്നില്ലേ? അവനെല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാനല്ലേ കൂടെ ഉണ്ടായിരുന്നത്? കൂട്ടുകാർ പറയില്ലേ, അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, അവൻ്റെ ജീവിതം തകർന്നു പോയപ്പോൾ കൂടെ പിടിച്ചത് ഞാനല്ലേ? എനിക്കൊരാവശ്യം വന്നപ്പോൾ എനിക്കില്ല, അവൻ പോലും എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, നീതിമാനെ പതിയിരുന്ന് ആക്രമിക്കാം. നാം ഒരു നീതിമാനാണെങ്കിൽ തീർച്ചയായിട്ടും, ഞാൻ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പുരോഹിതനോ ഏതെല്ലാം സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അവൻ ആ ചെയ്യുന്ന സമയം കഴിയുമ്പോൾ അവരൊരു അവഗണന ഉണ്ടാകും. അത് സമൂഹത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ അവഗണന എന്ന് പറയുന്നത്. ഈ അവഗണന കൂടുതൽ കിട്ടിയാൽ എന്ത് ചെയ്യും? അവനൊരു വാശിയാകും, വീണ്ടും നന്മ ചെയ്യാനായിട്ട്. ചിലവർക്ക് എന്നാന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ തീയണില്ല, നിർത്തി, സേവനം നിർത്തി, എല്ലാം നിർത്തി, കെട്ടിയും പക്കണവും മുടക്കി മാറ്റിവെക്കും. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നീ എപ്പോഴും അവഗണിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നെ എപ്പോഴും ദൈവം ഉയർത്തുവാനായിട്ട് നോക്കുകയാണ്. യെരമ്യാവ് അതുകൊണ്ട് ഇവർ പറയാം, വരുവിൻ നമുക്കവനെ നാവ് കൊണ്ട് ഇല്ലാതെയാക്കി കളയാം. സുസന്നയുടെ ജീവിതത്തിൽ സുസന്ന പറയുന്നുണ്ട്, ഇത് ഞാൻ പാപം ചെയ്യാത്തത് കൊണ്ട് ഇവരെന്നെ കല്ലെറിയാൻ വേണ്ടി പോകുകയാണ്. അവളെ ഉയർത്തുവാൻ ദൈവം വിളിച്ചു. ദാനിയേൽ പ്രവാചകനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് തള്ളിയിട്ടു. അവിടെ സിംഹങ്ങൾക്ക് തിന്നാൻ വേണ്ടി ആഹാരമായി മാറേണ്ട വ്യക്തിയെ സിംഹങ്ങളുടെ വായടച്ചൊരു ദൈവം, അവന് വേണ്ടുന്ന കാര്യങ്ങളെ കൊടുത്തൊരു, അവന് ഉയർത്തിയൊരു ദൈവമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പരാതി, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എല്ലാവരും എന്നെ അവഗണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം ഒറ്റപ്പെടുത്തലും നിന്ദയും പരിഹാസവും ഏറ്റിട്ടുണ്ടോ, ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഉയർച്ച പ്രാപിക്കാനാണ്, ഞാനൊരു ഉന്നതനായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നദ്ധിയിൽ ജെറമ്യ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ, ദൈവമേ, എനിക്ക് നന്മയ്ക്ക് പകരം അവരെനിക്ക് തിന്മയാണ് ചെയ്തത്. നമ്മളെ അവഗണിച്ചവരോട് നമ്മളിനി പറയരുത്, ഞാൻ ഇനി മരിച്ചാലും മറക്കില്ല, എന്നെ അവൻ അപകീർത്തിപ്പെടുത്തിയത് കൊണ്ട്, ഇല്ലെങ്കിൽ അവൻ എന്നെ തേജോവധം ചെയ്തുകൊണ്ട് ഞാൻ മറക്കില്ല എന്ന് പറയരുത്. അവനെ സ്നേഹിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നീ അവഗണിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ ഉയർത്തപ്പെടും. നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആരെല്ലാം മാറ്റി നിർത്താലും അവിടെയെല്ലാം ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മകനായി ജീവിക്കുവാൻ നിനക്കിടയായിത്തീരട്ടെ. ഒരു നിമിഷം കണ്ണുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ സ്വർഗ്ഗത്തിലെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാനെല്ലാവരും അവഗണിക്കപ്പെട്ട മകനാണ്, എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു മകളാണ്. കർത്താവ്, എൻ്റെ വേദനകളെ കാണണമേ, എൻ്റെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ, എന്നെ പൂർണ്ണമായി അങ്ങയുടെ മാറോട് ചേർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യെരമ്യാ പ്രവാചകൻ വേദന അനുഭവിച്ചപ്പോൾ, എല്ലാവരും തള്ളപ്പെട്ടപ്പോൾ അവിടെ ഉയർത്തിയൊരു ദൈവമേ, സുസന്നയെ ഉയർത്തിയ ദൈവമേ, എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അവഗണന അത് സന്തോഷത്തിനും അനുഗ്രഹത്തിനായി തീരണമേ. പരിശുദ്ധമേ, സകല പരിശുദ്ധന്മാരെ ശുദ്ധിയുതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നിങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.